ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കാതറിൻ എന്നാണ്. ആദ്യം തന്നെ സാക്ഷ്യം ഞാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയതിൽ ഞാൻ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുന്നു. വേറെ കൊണ്ടല്ല, എനിക്ക് പനിയായിരുന്നു. ബൈബിൾ വായനയുടെ ആ ഒരു ടൈം തൊട്ട് തുടങ്ങിയ ഒരു പനിയാണ്. ഇച്ചിരി സമയമെടുത്ത് അത് ഭേദമാകാൻ. ഇപ്പോഴും ചുമയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊന്നും ശബ്ദമൊന്നും തീരെയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് സാക്ഷ്യം ഇടാതിരുന്നത്. അപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബൈബിൾ വായനയുടെ 2-ാം ദിവസം റോസ്മാം ഒരു വോയിസ് ഗ്രൂപ്പിലിട്ടിരുന്നു. തോപത്തിന്റെ പുസ്തകം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട്. അപ്പോൾ എൻ്റെ അമ്മ, ഞാനപ്പോൾ ആഗ്രഹിച്ചു എനിക്കത് വായിക്കാൻ പറ്റണേ, തോപത്തിന്റെ പുസ്തകം വായിക്കാൻ പറ്റണേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം വായിക്കാൻ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വേറൊന്ന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് വെച്ചത്, എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പം അമ്മച്ചി വീണ് പോകുന്ന പോലൊരു തോന്നൽ അമ്മച്ചിക്ക് ഉണ്ടാകാറുണ്ട്. കാലയിലൊരു മരവലും ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. അപ്പം അമ്മച്ചി ഒന്ന് നടന്നു കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹം. അപ്പോൾ അതായിരുന്നു ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയോഗം വെച്ചുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു. എൻ്റെ സമയം തീർന്നപ്പോൾ ഞാൻ തോപത്തിന്റെ 7-ാമത്തെ അധ്യായം വായിച്ച് തീർത്തിരുന്നു. അപ്പോൾ എനിക്ക് ശേഷം വായിക്കേണ്ട ആളുടെ മൈക്കിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് റോസ്മാം എന്നോട് എന്നെ ചോദിച്ചു, വായിക്കാമോ, അത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെയേറെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു. എനിക്ക് തോപത്തിന്റെ പുസ്തകം മുഴുവൻ എനിക്ക് വായിച്ചു തീർക്കാനുള്ള അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ യൂഥത്തിന്റെ പുസ്തകം തുടങ്ങാനും പറ്റിയിരുന്നു. ലാസ്റ്റ് ദിവസം എനിക്ക് കിട്ടിയത് യോഹന്നാന്റെ അവസാന ഭാഗവും അപ്പസ്തല പ്രവർത്തനങ്ങളുമായിരുന്നു. അപ്പോൾ അപ്പസ്തല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വരുന്ന ആ ഒരു ഭാഗമായിരുന്നു വായിക്കാൻ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ പരീക്ഷയുടെ മേലും എൻ്റെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ പറഞ്ഞിരുന്നല്ലോ, അമ്മച്ചി നടക്കാൻ അപ്പം ബുദ്ധിമുട്ടുന്നൊരു കാര്യം. അമ്മച്ചിക്ക് ഇപ്പം നല്ല ഭേദമുണ്ട്. ആളുടെ കാലിൻ്റെ മരവിലൊക്കെ ഇപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞു. അത്യാവശ്യം ഇങ്ങനെ പിടിക്കാതൊക്കെ നടക്കാൻ തുടങ്ങി. ഒരുപാട് സന്തോഷം. ഈ ഒരു ബൈബിൾ വായനയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിനെ ഓർത്ത് ഈശോയോടും മാതാവിനോടും ഒക്കെ ആയിട്ട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിനോടും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് എന്നോട് അറിയിച്ച ടിസ സിസ്റ്ററിനോടും ഒക്കെ ആയിട്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.